അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടാണ്? നമ്മളൊരു ഓട്ടോ എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരു ഓട്ടോ എടുത്ത് നേരെ ഇങ്ങ് പോരുന്നു. ഇത് ഓട്ടോയ്ക്ക് 70 രൂപയായി ഗായ്സ്. ഞങ്ങൾ ഞെട്ടിപ്പോയി. പക്ഷെ ചേട്ടൻ ഞങ്ങൾ ഇപ്പുറത്തെ കൊണ്ടിറക്കിയിട്ട് ഞങ്ങളുടെ 10 രൂപ കുറച്ച് വാങ്ങിച്ച് എന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി തെക്കോട്ട് നടന്നോ മക്കളെ. അങ്ങനെ തെക്കോട്ട് നടക്കുകയാണ് ഗൈസ്. വന്നപ്പോ അതാ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മളിനി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നമ്മൾ മറൈൻ ഡ്രൈവിലാണ്. ശരിക്കും ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഒരു ആവേശത്തിന് പുറപ്പെട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ് ഞങ്ങൾ ചോദിച്ച് പോകാം അല്ലേ? നമുക്ക് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ശരിക്കും ഞങ്ങൾ 3 റൗണ്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ പക്ഷേ ഉറക്കത്തിൻ്റെ അസുഖമുള്ളത് കൊണ്ടും അതെ ഫോൺ കാമുകി വിളിക്കുന്നതിനാൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതുകൊണ്ടും വന്നില്ല. സമയത്തിന് എത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആയതിനാൽ ഞങ്ങൾ ശേഷമുള്ള ട്രെയിനിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്തുന്നു അപ്പോൾ പരിപാടി ആരംഭിക്കുന്നതായിരിക്കും. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഒരുമാതിരി കാക്കക്കൂട് തുറന്നു കിട്ടുക കണക്ക് എല്ലാം കൂടെ ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് മനസ്സിലായത് കേട്ടോ? എന്തായിരുന്നു സംഭവം? ഇത് ക്ലാസിക് ക്രൂയിസ് ടൂർസ്. ഇല്ല, ബോട്ടിനകത്ത് കയറാനുള്ള ആൾക്കാരാണ് കേട്ടോ. അതും ആ കപ്പല് ആ കപ്പലിൽ കയറാനുള്ള ആൾക്കാരാണ് കേട്ടോ. ആ ഒരു ബോട്ടിൽ ഇത് നേരത്തെ കൂട്ടി ടിക്കറ്റൊക്കെ എടുത്തു വെച്ചേക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷറി. ഇതുകൊണ്ട് അതിൻ്റെ ഒരു ഡെമോ ക്ലാസിക് ഇൻറ്റീരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? എന്ത് ചെയ്തു? അതാണ് ക്രൂയിസ്. അതിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതിന് ആഡംബരമായിട്ടുള്ള ഏത് അതിലേക്കൂടാന്ന് തോന്നുന്നു എൻട്രി ഉള്ളത്. ഇവിടുത്തെ നടക്കുന്ന സംഭവങ്ങളൊന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ല കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നടക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് കപ്പലും തീർക്കുന്നുണ്ട്. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ്. ഓക്കെ. ഇല്ല, അവിടെ മാങ്ങയൊക്കെ ഉപ്പിലിട്ടത്. കുറച്ച് കഴിയട്ടെ മേടിക്കാം. ആദ്യമായിട്ട് നമ്മൾ കൊച്ചി വന്ന ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ കുറേ വട്ടം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. വന്നിട്ട് വല്ലതും അറിയാമോ? ഇയാൾ വന്നിട്ടുണ്ടെന്നല്ലേ? കുറച്ച് ഇതിൻ്റെ കൊച്ചിയല്ലാതെ പിന്നെ ഇവിടെ ആലപ്പുഴ. നമുക്ക് നോക്കാം. ഇതൊരുമാതിരി തലവെക്കാനുള്ള ആളവിടെ പോടെ. കല്ലിൻ്റെ പുറത്തെടുത്ത് തല വെക്കുക. അങ്ങനെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു സംഭവത്തിനടുത്തെത്തി. ഭംഗിയൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഭയങ്കര നാറ്റമാണ് കേട്ടോ. ആ നാറ്റം മാത്രം നമ്മുടെ വീഡിയോയ്ക്ക് കാണത്തില്ല. ഈ ഭംഗി ഈ ഒരു ബ്രിഡ്ജൊക്കെ നിങ്ങളെ കാണിച്ചു. പുലിവാൽക്കൊക്കെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ ചോട്ട, പിന്നെ നമ്മുടെ മറ്റു ഇതാണ് റെയിൻബോ ബ്രിഡ്ജ്. രാത്രി തന്നെ ഈ ബ്രിഡ്ജ് കാണാൻ കുറച്ചും കൂടെ ഭംഗി കേട്ടോ. ഇവിടെ എന്നാ അറിയിച്ചിട്ടാണ്. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. സന്തോഷം പറയാൻ പറ്റുന്ന എന്തോ ഒരു സാധനം. അതാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നിറ സിനിമയിലൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിനിമ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനൊക്കെ നമ്മൾ അന്ന് വീട്ടിൽ കാണുമ്പോൾ ഇവിടെയുള്ള ഗൈസ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് രാവിലെ. ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്ക് ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല വാട്ടർ മെട്രോ സർവീസ് രാവിലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ബോട്ടെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അതിലൂടെ നമ്മൾ പോകുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ഇടും. ഫസ്റ്റ് നമുക്ക് ഈ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് താഴ്ത്തിറങ്ങാം.
അങ്ങനെ നമ്മൾ റെയിൻബോ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴെ വന്നിരിക്കുക കേട്ടോ. നേരെ വന്നിരുന്നത് സിൽക്കോൺ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കോർട്ടിലാട്ടോ. ഈ ഫുഡ് കോർട്ടിൽ നിറയെ ആൾക്കാരാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയരുത്. അടുത്ത എന്താണ്? അടുത്തത് വാട്ടർ മെട്രോ. ഓക്കെ, മറൈൻ ഡ്രൈവിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർ രാവിലെ വരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു. ഇവിടെ ഒരാളിരുന്നു. കാഴ്ചകളാണ്. ഇവിടെ ഒരു പാർക്ക്, അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മുടെ റെയിൻബോ ബ്രിഡ്ജ്, അതൊക്കെയാണ് മറൈൻ ഡ്രൈവ് ഒരുപോലുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നല്ല അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കായലിലെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വാട്ടർ മെട്രോ അപ്പുറത്തുണ്ട്. വാട്ടർ മെട്രോയിലെ മെട്രോ ബോട്ടുകളൊക്കെ ഇതിലെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വാട്ടർ മെട്രോയിൽ കയറണം. അതിന് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പേരും ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പർപ്പസ് ബോട്ടിംഗ് ആണ്. പിന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു ലക്ഷറി ബോട്ട് എന്ന് പറയുന്നത് അവിടെ കിടക്കുന്ന ക്രൂയിസ് ആണ് കേട്ടോ. അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ അത്. എല്ലാവർക്കും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വൈകുന്നേരങ്ങളിൽ വന്ന് ഇത്ര ഒരു കാമാൻ്റെ ഒരു കേരളം പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. ശരിക്കും ഇവിടെ ഇപ്പം ഈ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വൈബൊക്കെ ഉണ്ട് അല്ലേ. നല്ല തണലാണ് ഇവിടെ. ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് ബോട്ടിങ്ങിന് വരുന്നുണ്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബോട്ടിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം സമയമായിരിക്കും ഇല്ലേ. ഇല്ലാത്ത ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ. നോക്ക് ഗൈസ്, പിള്ളേർ സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് വരുന്നതാണോ? അതെ, ഒരേ കൂട്ടുള്ള ആയിരിക്കും. ഇവിടെ ബോട്ടിംഗ് ആണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ഒരുപാട് ബോട്ടിംഗ് ഉണ്ട്. പക്ഷെ നമ്മളിനി വാട്ടർ മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ടർ മെട്രോയിൽ മിക്കവാറും നല്ല തിരക്കാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അവിടെ എന്തിനോ പോയി കേട്ടോ. എന്തിനാ പോയി? അയ്യോ, ഒന്നാമതേ മുടിഞ്ഞിരിക്കുക. മൊത്തം ദുരന്ത കഥകളായിരിക്കും പറയുന്നത്. എനിക്ക് വേണ്ട, കേൾക്കാൻ താല്പര്യമില്ല. നമ്മുടെ ഈ ഒരു മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചി ബ്ലോഗിൻ്റെ ആദ്യത്തെ അങ്ങനെ പാർട്ട് ഇവിടെ തുടങ്ങി. ഇത് ഇവിടെ അവസാനിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ. അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ കാണാൻ മറക്കണ്ട ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.